Welcome to Mobile and Tricks. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പിലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡിലീറ്റ് ആയി പോയ ഫയലുകൾ എങ്ങനെ റിക്കവർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. റിക്കവർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിനെ ആൻഡ്രോയിഡിന്റെ ക്ലൗഡ് സ്റ്റോറേജ് ആയ ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ കണക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് വാട്സാപ്പിൽ ഡിലീറ്റ് ആയി പോയ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് വാട്സാപ്പിനെ എങ്ങനെ ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യാം, തുടർന്ന് വാട്സാപ്പിൽ ഡിലീറ്റ് ആയി പോയ മെസ്സേജുകൾ എങ്ങനെ റിക്കവർ ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ തുടർന്ന് ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്കിവിടെ സെറ്റിംഗ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാറ്റ്സ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുക. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, അക്കൗണ്ട്, ബാക്കപ്പ് ഓവർ, ഇൻക്ലൂഡ് വീഡിയോസ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതൊക്കെ ദിവസങ്ങളിലാണ് വാട്സപ്പിലെ ഫയലുകൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഡെയിലി എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് അക്കൗണ്ടാണ് ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെയിൽ ഐ ഡി ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ബാക്കപ്പ് ഓവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈഫൈ ഉള്ള സമയത്താണോ അല്ലെങ്കിൽ വൈഫൈയും സാധാരണ നെറ്റ്വർക്കും ഉള്ളപ്പോഴാണോ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വൈഫൈ ഓർ സെല്ലുലാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് വീഡിയോസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വീഡിയോസും ബാക്കപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിവിടെ വീഡിയോസ് ബാക്കപ്പ് ചെയ്യുന്നില്ല. തുടർന്ന് ഇവിടെ ബാക്കപ്പ് എന്ന് കൊടുക്കാം. അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വാട്സപ്പിലെ എല്ലാ ഫയലുകളും ഇവിടെ ബാക്കപ്പ് ആയി കഴിയും. നിങ്ങളുടെ വാട്സപ്പിൽ എത്ര ഫയലുകളുണ്ടോ അത്രയും സമയമെടുക്കും വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാൻ. വാട്സപ്പിലെ എല്ലാ മെസ്സേജും ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് നോക്കിയാൽ കാണാം, ഇവിടെ സൈസ് 1.1 GB എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഫയലാണ് ഇന്നത്തെ ദിവസം ബാക്കപ്പ് ആയിരിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പിലുള്ള എല്ലാ ചാറ്റ് ഹിസ്റ്ററീസും അല്ലെങ്കിൽ എല്ലാ ചാറ്റും ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് നമുക്ക് ഈ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഈ വാട്സപ്പ് ക്ലിയർ ഡാറ്റ കൊടുക്കാം. സാധാരണ നമ്മൾ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. എന്നാൽ അതിന് മുതിരാതെ സമയലാഭത്തിന് വേണ്ടി ഞാനിത് ക്ലിയർ ഡാറ്റ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ക്ലിയർ ഡാറ്റ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ വാട്സപ്പ് ജസ്റ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. സാധാരണ വാട്സപ്പ് പുതിയ വാട്സപ്പ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അലോ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ ഓക്കെ എന്ന് കൊടുക്കാം. ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കാം. നോർമലി വരുന്ന പോലെ തന്നെ വെരിഫിക്കേഷൻ മെസ്സേജ് വരും. ഓക്കെ, ഇവിടെ വെരിഫിക്കേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് വെരിഫൈ ആയിട്ടുണ്ട്. തുടർന്ന് നിങ്ങൾക്കിവിടെ റീസ്റ്റോർ എന്ന് കാണാം. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് സ്കിപ്പ് എന്ന് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ബാക്കപ്പ് ചെയ്ത സൈസ് 1.1 GB നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഗൂഗിൾ ഡ്രൈവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ എന്ന് കാണിക്കും. നമുക്ക് റീസ്റ്റോർ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം റീസ്റ്റോർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജുകൾ റീസ്റ്റോർ ആവുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ മെസ്സേജും റീസ്റ്റോർ ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
മെസ്സേജസ് റിസ്റ്റോർഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കാം. തുടർന്ന് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വാട്സപ്പിലെ മെസ്സേജുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു മെസ്സേജ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. വാട്സപ്പ് എങ്ങനെയാണോ ആദ്യം ഇരുന്നത് അതുപോലെ തന്നെ മെസ്സേജുകളടക്കം എല്ലാ മെസ്സേജും ഇവിടെ തന്നെ ഉണ്ട്. ഒരു മെസ്സേജ് പോലും പോയിട്ടില്ല. ഇതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗൂഗിൾ ഡ്രൈവുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ വാട്സപ്പ് ഡാറ്റകൾ നഷ്ടപ്പെടാൻ സാഹചര്യമുണ്ടെങ്കിൽ ഇതുപോലെ കണക്ട് ചെയ്ത് വെക്കുന്നത് വഴി വാട്സപ്പ് ഡാറ്റകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ നിങ്ങളുടെ വാട്സപ്പ് സേഫ് ആക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.